ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് 3 പുതിയ പേഴ്സണൽ ലോൺ ആപ്ലിക്കേഷനാണ്. ഇൻട്രസ്റ്റ് കാര്യങ്ങളൊക്കെ കുറച്ച് കത്തിയാണെങ്കിൽ പോലും ലോണ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എമർജൻസി ആയിട്ട് ലഭിക്കുന്ന 3 പേഴ്സണൽ ലോൺ ആപ്ലിക്കേഷനെ പറ്റിയാണ്. ഈ 3 2026 വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ വീഡിയോസ് കാര്യങ്ങൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. ഈ ഒരു ആപ്ലിക്കേഷൻ എന്നൊക്കെ ലോൺ എടുക്കുമ്പോൾ ഇൻട്രസ്റ്റ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക. കാരണം ഈ 3 ഇൻട്രസ്റ്റ് കാര്യങ്ങളൊക്കെ കുറച്ച് കൂടുതലാണ്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം ലോൺ എടുക്കുക. അല്ലാത്ത പക്ഷം നിങ്ങൾ മറ്റ് ആപ്പിൽ നിന്ന് നല്ല ഇൻട്രസ്റ്റ് കാര്യങ്ങളൊക്കെ കുറവുള്ള ആപ്ലിക്കേഷനിൽ നിന്ന് ലോൺ എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒന്നാമതായി വരുന്ന ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് പൈസോ ഇൻസ്റ്റൻറ്റ് ക്യാഷ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ്. പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ഏകദേശം അപ് ടു 20,000 വരെയാണ് ഇവർ ലോണ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. നൈസ് ഫിനാൻസ് ആൻഡ് ലീസിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന RBI അപ്രൂവ്ഡ് NBFC ആണ് ഈ ലോണ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇൻട്രസ്റ്റ് കാര്യങ്ങളൊക്കെ കുറച്ച് കൂടുതലാണ്. അതുകൊണ്ട് എമർജൻസി പർപ്പസ് ആണെങ്കിൽ മാത്രം എടുക്കുക ഞാൻ നിർബന്ധിക്കുന്നില്ല. ഇനി ഇതിൻ്റെ എലിജിബിലിറ്റി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾ 21 വയസ്സുള്ള വ്യക്തിയായിരിക്കണം. അതുപോലെ ക്രെഡിറ്റ് സ്കോർ ഇവർ പറയുന്നത് 700+ ആണ്. അതിൽ കുറവാണെങ്കിൽ കിട്ടാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട്. അതുപോലെ നാഷണാലിറ്റി എന്ന് ചോദിക്കുമ്പോൾ ഇന്ത്യൻ സിറ്റിസൺ, നമ്മൾ ഇന്ത്യക്കാരനായിരിക്കണം. ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ത്രൂ ലോൺ എടുക്കാം. ഇതിൻ്റെ ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത് വെറും ആധാർ കാർഡും പാൻ കാർഡും മാത്രം മതി. മറ്റ് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റോ അല്ലെങ്കിൽ സാലറി സ്ലിപ്പിൻ്റെ ഒന്നും തന്നെ ആവശ്യമില്ല ഈ ഒരു ആപ്ലിക്കേഷനിൽ ലോൺ എടുക്കാൻ. ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നൊക്കെ ഇവർ കാണിച്ചിട്ടുണ്ട്. നമ്മൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം അപ്ലൈ ലോൺ എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മുടെ KYC ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുക. ആധാർ കാർഡ് പാൻ കാർഡ് കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ നമുക്കൊരു ക്രെഡിറ്റ് ലിമിറ്റ് കിട്ടുന്നതായിരിക്കും. അതൊക്കെ വായിച്ച് നോക്കി ഇൻട്രസ്റ്റ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വേണമെങ്കിൽ നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് വിഡ്രോ ചെയ്യാം. അതുപോലെ ഇത് ഇൻസ്റ്റൻറ്റ് പ്രോസസ്സ് കാര്യങ്ങളൊക്കെയാണ്. ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ കുറച്ച് കൂടുതലാണ്, നിങ്ങൾ മനസ്സിലാക്കുക. ഫ്രണ്ട്സ്, അപ്പോൾ രണ്ടാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ടെസ്റ്റ് ക്രെഡിറ്റ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. അതുപോലെ നിങ്ങൾക്ക് വെബ്സൈറ്റ് ത്രൂ ആണെങ്കിലും അപ്ലൈ ചെയ്യാവുന്ന ഒരു ആപ്ലിക്കേഷനാണ്. പേപ്പർലെസ് KYC, അതുപോലെ ഇൻസ്റ്റൻറ്റ് ലോൺ അപ്രൂവൽ, ലോ ഇൻട്രസ്റ്റ് റേറ്റ് എന്നൊക്കെയാണ് ഇവർ പറയുന്നതെങ്കിലും ഇൻട്രസ്റ്റ് റേറ്റ് നല്ല കത്തി തന്നെയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ നോക്കിയതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക കാര്യങ്ങളൊക്കെ ചെയ്യുക. നമുക്ക് ആപ്ലിക്കേഷൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് കൂടെ നമുക്ക് നോക്കാം. ഓക്കെ, ടെസ്റ്റ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ പ്ലേ സ്റ്റോറിൽ ഏകദേശം 4.5 സ്റ്റാർ റേറ്റിംഗും 10K+ ഡൗൺലോഡ്സ് ഉള്ളൊരു ആപ്ലിക്കേഷനാണ്. ഈ അടുത്താണ് ഈ ഒരു ആപ്ലിക്കേഷൻ വന്നിട്ടുള്ളത്. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് കൂടെ നമുക്ക് നോക്കാം. ഇവരുടെ NBFC ഡീറ്റെയിൽസ് പറയുമ്പോൾ ഫിനഗൽ ഫിനാൻഷ്യൽ സർവീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ലെൻഡർ ത്രൂ ആണ് ഇവർ ലോണ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. RBI അപ്രൂവ്ഡ് ലെൻഡറാണ്. RBI രജിസ്ട്രേഷൻ നമ്പർ കാര്യങ്ങളൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവരുടെ ഇൻട്രസ്റ്റ് റേറ്റ്, അത് ലോൺ എമൗണ്ട് എന്ന് പറയുന്നത് 5,000 രൂപ മുതൽ 2,50,000 രൂപ വരെയാണ് ഇവർ ലോണ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് 12% to 36% പെർ ആനം. അതുപോലെ ടെന്യൂർ എന്ന് പറയുന്നത് 3 to 60 മാസത്തെയാണ്. അതുപോലെ പ്രോസസ്സിംഗ് ഫീ അപ് ടു 5% ഓഫ് നമ്മൾ എമൗണ്ട്, പ്രിൻസിപ്പൽ എമൗണ്ട് പ്ലസ് GST. ഇതുപോലെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. ഇനി എലിജിബിലിറ്റി ക്രിറ്റേരിയ എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. 21 വയസ്സിനും 58 വയസ്സിനും ഇടയിലുള്ള വ്യക്തി ആയിരിക്കണം. മാസം 18,000 രൂപ സാലറി ഉണ്ടായിരിക്കണം. വാലിഡ് ഐഡൻറ്റിറ്റി, അതായത് ആധാർ കാർഡോ അല്ലെങ്കിൽ അഡ്രസ് പ്രൂഫ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം. സാലറീഡ് ആയിട്ടുള്ളൊരു വ്യക്തി ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഇവർ ലോൺ തരും. ഇനി ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ പാൻ കാർഡ്, ഇൻകം പ്രൂഫ്, ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് വേണം. അതിൽ നമ്മുടെ സാലറി ആയിരിക്കണം. അത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ത്രൂ ലോണ് കാര്യങ്ങളൊക്കെ തരുന്നതാണ്. അതുപോലെ അവർ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പം നല്ല ഇൻട്രസ്റ്റ് റേറ്റുള്ള ഒരു ആപ്ലിക്കേഷനാണ്. സൂക്ഷിച്ചും കണ്ടും മാത്രം എടുക്കുക. എമർജൻസി ആണെങ്കിൽ മാത്രം എടുക്കാൻ ഞാൻ പറയുള്ളൂ. അല്ലാത്ത പക്ഷം മറ്റ് ആപ്പുകൾ നോക്കുക. ഫ്രണ്ട്സ്, ഇപ്പോൾ മൂന്നാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഡിജി ക്രെഡിറ്റ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഷോർട്ട് ടേം ലോൺസ് കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ത്രൂ പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഏകദേശം പ്ലേ സ്റ്റോറിൽ 4.6 സ്റ്റാർ റേറ്റിംഗും ഏകദേശം 50K+ ഡൗൺലോഡ്സും ഉള്ളൊരു ആപ്ലിക്കേഷനാണ്. എന്നാൽ പോലും ഇൻട്രസ്റ്റ് കാര്യങ്ങൾ കൂടുതൽ തന്നെയാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഇവരെന്ന് പറയുന്നത് ഒരു ഡിജിറ്റൽ ലെൻഡിങ് ആപ്പാണ്. ഈ ലോണ് കാര്യങ്ങളൊക്കെ ഓഫർ ചെയ്യുന്നത് അവരുടെ NBFC ആണ്. അതായത് അവരുടെ NBFC എന്ന് പറയുന്നത് കോസിയ ഫിൻലീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന RBI രജിസ്റ്റേർഡ് NBFC ത്രൂ ആണ് ഈ ലോണ് കാര്യങ്ങളൊക്കെ ഈ ഒരു ആപ്ലിക്കേഷൻ വഴി പ്രൊവൈഡ് ചെയ്യുന്നത്. ഇവരുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ലോൺ എമൗണ്ട് ഇവർ 1,000 രൂപ മുതൽ 50,000 രൂപ വരെയാണ് കൊടുക്കുന്നത്. ഏകദേശം 62 ദിവസം മുതൽ 120 ദിവസത്തെ തിരിച്ചടവ് കാലാവധിയിൽ. മാക്സിമം ആനുവൽ പെർസെൻറ്റേജ് റേറ്റ് എന്ന് പറയുന്നത് അപ് ടു 36% പെർ ആനമാണ്. അതുപോലെ പ്രോസസ്സിംഗ് ഫീ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു എക്സാമ്പിൾ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ 10,000 രൂപ എടുക്കുകയാണെങ്കിലൊക്കെ. പക്ഷേ അതൊക്കെ ഡിഫറൻ്റ് ആണ് നമ്മൾ ലോൺ കാര്യങ്ങളൊക്കെ എടുക്കുമ്പം. ഇനി ഒരു ആപ്ലിക്കേഷൻ്റെ ബാക്കി ഡീറ്റെയിൽസ്, എലിജിബിലിറ്റി കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. സാലറിഡ് ഇൻഡിവിജ്വൽസ് ആയിരിക്കണം. 21 to 55 വയസ്സിനിടയിലുള്ള വ്യക്തിയായിരിക്കണം. നമുക്ക് KYC ഡീറ്റെയിൽസ് മസ്റ്റായിട്ട് നമ്മൾ ഫില്ല് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതായത് ആധാർ കാർഡ്, പാൻ കാർഡ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു 3 ആപ്ലിക്കേഷനാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു 3 ആപ്ലിക്കേഷനിൽ ലോണ് കാര്യങ്ങളൊക്കെ ലഭിക്കും. പക്ഷേ ഹൈ ഇൻട്രസ്റ്റ് റേറ്റ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്ത് നിങ്ങൾ ബില്ലിംഗ് ആണെങ്കിൽ മാത്രം ലോൺ എടുക്കുക. കാരണം ഫൈനൽ ഡെസിഷൻ എന്ന് പറയുന്നത് എപ്പോഴും നിങ്ങളുടേതാണ്. നിങ്ങൾക്ക് മറ്റ് ആപ്പുകളിൽ നിന്നൊക്കെ റിജക്ഷൻ നേരിടുക, അല്ലെങ്കിൽ സിബിൽ സ്കോർ കുറവായതുകൊണ്ട് മറ്റ് ആപ്പുകളിൽ നിന്നൊക്കെ ലോണ് കാര്യങ്ങൾ കിട്ടുന്നില്ല, എമർജൻസി ആയിട്ട് വല്ല പൈസ ആവശ്യമുണ്ട്,
അങ്ങനത്തെ സാഹചര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് തിരിച്ചടയ്ക്കാൻ കഴിയുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം എടുക്കാവുന്ന ആപ്ലിക്കേഷൻസൊക്കെയാണ് ഈ ഒരു 3 ആപ്ലിക്കേഷൻസും. അപ്പോൾ അല്ലാത്ത പക്ഷം നിങ്ങൾ നല്ല നല്ല ജെന്യൂൻ ആയിട്ടുള്ള ഇൻട്രസ്റ്റ് റേറ്റ് കാര്യങ്ങളൊക്കെ കുറവുള്ള ആപ്ലിക്കേഷനിൽ മാക്സിമം ലോൺ എടുക്കാൻ ശ്രമിക്കുക. കാരണം സിബിൽ സ്കോർ കാര്യങ്ങളൊക്കെ നമുക്ക് ഫ്യൂച്ചറിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം എടുക്കുക. അവസാന ഡിസിഷൻ എപ്പോഴും നിങ്ങളുടേതാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക്